അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്നേഹസ്തംഭനരായ വാത്സല്യനിധികളായ സഹോദരീ സഹോദരന്മാർ, എല്ലാവർക്കും ആദ്യമായി പുതുവത്സരാശംസകൾ. മുസൽമാൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജന്നത്തിലും അവൻ്റെ പ്രായം തികയുന്നിടത്തും സക്കാത്തിലും അവൻ്റെ ജീവിതത്തിലുടനീളം ശ്രദ്ധിക്കേണ്ട വർഷം ഹിജരി വർഷമാണ്, ചാന്ദ്രവർഷമാണ്. ആദ്യമായി ഉണർത്താൻ ആഗ്രഹിക്കുന്നത് ഒരു മുസൽമാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും പരിഗണിക്കേണ്ടതും അവൻ്റെ ബർത്ത് റേറ്റ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ സൗരവർഷാടിസ്ഥാനത്തിലെ ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് രേഖപ്പെടുത്തുകയുള്ളൂ. അതാണ് പലപ്പോഴും എല്ലാവരും അവലംബിക്കാറുള്ളത്. മുസൽമാൻ, ഒരു മുസ്ലിം, അവൻ്റെ പ്രായം തികയുന്നത് 15 വയസ്സ് ഹിജരി വർഷമനുസരിച്ചാണ്. സൗരവർഷമനുസരിച്ച് അവനിക്ക് 15 തികയില്ല, അവനിക്ക് 14 ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമായി ചാന്ദ്രവർഷത്തിൻ്റെ പുതുവത്സര പിറവി ദിനങ്ങൾ, ആശംസകൾ നേരുകയാണ്. മുഹറം ആദ്യ മാസമാണ്. മുഹറം എന്ന് പറഞ്ഞാൽ പദാർത്ഥം തന്നെ പരിശുദ്ധം, പവിത്രം, പരിപാവനം എന്നൊക്കെയാണ്. പല അർത്ഥത്തിലും മഹത്വമേറിയ ഒരു മാസമാണ്. പണ്ട് കാലം തൊട്ടേ ഇസ്ലാം ഉത്ഭവിക്കുന്നതിൻ്റെ, പ്രവാചക തിരുമേനി വരുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജാഹിലിയ കാലത്തെ സർവരാലും ആദരിച്ചു വരുന്ന 4 മാസമുണ്ട്. അതൊന്നാണ് മുഹറം, മറ്റൊന്ന് റജബ്, മറ്റൊന്ന് ദുൽഖഅദ്, ദുൽഹജ്ജ്. അഥവാ അതിൻ്റെ മഹത്വവും പവിത്രയും സർവാംഗീകൃതം എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് കാലം തൊട്ടേ ആചരിച്ചു വരുന്നത്. ഈ 4 മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഫതുഹുൽ മുഈനിൽ പറഞ്ഞതായി കാണാം, പരിശുദ്ധമായ റമദാനു ഷരീഫ് കഴിഞ്ഞാൽ നോമ്പിന് ഏറ്റവും അനുയോജ്യമായ മാസം 1 മുഹറമാണ്, 2 റജബാണ്, 3 ദുൽഖഅദാണ്, 4 ദുൽഹജ്ജ് ആണ്. ആ മുഹറത്തിൽ ഏറ്റവും പവിത്രമാണ് ആദ്യത്തെ 10 ദിവസങ്ങൾ. ആ 10 ദിവസവും നോമ്പനുഷ്ഠിക്കുക എന്നത് വളരെ പുണ്യമുള്ള കാര്യമാണ്. അതനുഷ്ഠിക്കാൻ സൗകര്യപ്പെട്ടില്ല എങ്കിൽ 9ഉം 10ഉം താസുആ, ആശുറാ എന്ന് പ്രത്യേക നാമകരണം ചെയ്യപ്പെടുന്നത് തന്നെ ആ ദിവസങ്ങളുടെ മഹത്വങ്ങൾക്ക് ഏറ്റവും വ്യക്തമായ തെളിവാണ്. അതിലേറ്റവും പുണ്യമുള്ള ദിവസമാണ് ആശുറാ നോമ്പ്, മുഹറം 10. അന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിമീങ്ങളും നോമ്പനുഷ്ഠിക്കുന്നു. അന്ന് ഭക്ഷണത്തിൽ വിശാലത ചെയ്യുക, കൂട്ടുകുടുംബം സന്തുഷ്ടരായി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുക അന്നത്തെ പ്രത്യേക സുന്നത്തുകളിൽ പെട്ടതാണ്. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളിൽ 1980
70-75 കാലഘട്ടങ്ങളിൽ നാടൊട്ടുക്കും കൊടിയ ദാരിദ്ര്യമാണ്. പലരും 1-2 മാസത്തിന് അരിഭക്ഷണം കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ പലരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ കാലം അത്രയും ആ കാലങ്ങളിൽ പോലും അരിഭക്ഷണമില്ലാത്തൊരൊറ്റ ദിവസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളതിന് വിശ്വസിക്കുന്ന പ്രധാന കാരണം പിതാമഹന്മാരുടെ തലമുറകളായേ ആ മാസത്തിനും ദിവസത്തിനും വലിയ പവിത്രത കൽപ്പിക്കുക എന്നത് ഞങ്ങളുടെ തറവാട് കുടുംബപരമായി ചെയ്തു വരുന്നതാണ്. ആ ദാരിദ്ര്യമുള്ള സമയത്താണെങ്കിലും അന്ന് ഏറ്റവും നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുക എന്നത് മുഹറം 10, ബറാത്ത്, മെഹറാജ് പോലുള്ള ദിവസങ്ങളിലായിരിക്കും. ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലങ്ങളിൽ മുഹറം 10 ഞങ്ങൾ വലിയ ആഘോഷങ്ങളെ കാത്തിരിക്കുന്ന പോലെ കാത്തിരിക്കും. കാരണം നല്ല സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ, ഇന്നത്തെ പോലെ സദ്യകൾ, വിഭവസമൃദ്ധമായ സദ്യകൾ അന്ന് നന്നേ കുറവാണല്ലോ. പക്ഷേ മുഹറം 10 ഞങ്ങളുടെ ജീവിതത്തിലെ വലിയ ആവേശമാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെയും സ്വഹീഹായ ഹദീസിൽ വന്നത്, മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ആ ദിവസത്തിൽ നല്ല വിശാലത്തോസ്യത്വയാൽ കൂട്ടുകുടുംബങ്ങളിൽ സന്തുഷ്ട ജീവിതം, സ്വാദിഷ്ടമായ ഭക്ഷണം, ജീവിതത്തിലുടനീളം സന്തോഷപ്രദമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കും എന്നതാണ്. അതുപോലെ ആ ദിവസങ്ങൾ പൂർണ്ണമായും ഇബാദത്തിൽ കഴിഞ്ഞുകൂടേണ്ടതാണ്. ഞങ്ങളുടെ ഉപ്പാപ്പ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പ്രസിഡൻ്റായിരുന്ന നൂറുൽ ഉലമ MA ഉസ്താദിൻ്റെ 10 കൊല്ലത്തെ ഉസ്താദ് ഷാഹുൽ ഹമീദ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അൽ ഹാഫിദ്, മഹാനുകളൊക്കെ അങ്ങനെ പരമ്പരാതായ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇദ് ദുനൂബി വൽ ആസാം 1000 തവണ ചൊല്ലും, 1000 തവണ ഇഖ്ലാസ് ചൊല്ലും. അങ്ങനെ നമ്മുടെ ഏടുകളിലൊക്കെ വന്ന ദിക്റുകളൊക്കെ പതിവായി ചൊല്ലി വരാറുണ്ട്. ഈ മാസം പല സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ധാരാളം അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ എന്തെല്ലാം വിജയങ്ങൾ കൈവരിച്ചോ ആ വിജയങ്ങളെല്ലാം മുഹറത്തിലാണെന്ന്, ആശുറാ ദിവസത്തിലാണെന്ന് പല മഹത്തുക്കളും പറഞ്ഞതായി കാണാം. ബുഖാരി അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒന്നാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ അതിജീവനത്തിൻ്റെ കഥകൾ. ഇന്ന് ലോകം മുഴുവനും പരാജയങ്ങളും നാശനഷ്ടങ്ങളും കേടുപാടുകളും തകർച്ചകളും തളർച്ചകളും, അതിൽ തരിപ്പണമാകുന്ന, തകർന്നിടിയുന്ന, ജീവിതത്തിന് ഒളിച്ചോടുന്ന, ആത്മഹത്യ ചെയ്യുന്ന എത്ര വേദനാജനകമായ അവസ്ഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതം സുഖം മാത്രം, സന്തോഷം മാത്രം, അത് സ്വർഗത്തിൽ മാത്രമാണ്. ഭൗതിക ജീവിതമാണോ ഏത് ചെറിയവനും വലിയവനും, അടിമക്കും ഉടമക്കും വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ, പരാജയങ്ങളും അധപ്പതനങ്ങളും, പരാജയങ്ങളും വിജയങ്ങളും, സുഖങ്ങളും ദുഃഖങ്ങളും സമ്മിശ്രമാണ്. പരാജയങ്ങൾ, ദുഃഖങ്ങൾ, അതിജീവനങ്ങൾ, അതാണ് മനുഷ്യൻ ശീലിക്കേണ്ടതും കുട്ടികൾക്ക് പകർന്നു നൽകേണ്ടതും. എന്നാൽ ജനനം തൊട്ട് മരണം വരെയും 1000 അതിജീവനത്തിൻ്റെ കഥകൾ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടേത് കാണാൻ കഴിയും. ഈ ഉസ്റത്തുൻ ത്വയ്യിബ, നല്ലൊരു കുടുംബം പരീക്ഷണങ്ങളും പ്രയാസങ്ങളും പതറാതിരിക്കാൻ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളുടെ ചരിത്രങ്ങൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തണം. ഖുർആനിൽ 130-ലേറെ സ്ഥലങ്ങളിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളെ പ്രതിപാദിക്കുന്നത്.
ഇത്രമാത്രം മറ്റൊരു നബിമാരുടെ പേരും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. കാരണം ധാരാളം പാഠങ്ങൾ എനിക്കും നിങ്ങൾക്കും ഉള്ളത് കൊണ്ടാണ്. ലോകധിക്കാരിയായ അഹങ്കാരിയായ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി എന്തെല്ലാം പീഡനങ്ങളും മർദ്ദനങ്ങളുമായിരുന്നു. അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത് ഈ മുഹറം 10-നാണ്. അതുകൊണ്ട് തന്നെ മുഹറം അതിജീവനത്തിൻ്റെ കഥകളാണ്. അത് ഉൾക്കൊണ്ട് പ്രയാസങ്ങൾ പതറാതിരിക്കുക, പരാജയങ്ങളിൽ തളരാതിരിക്കുക, അതൊരു പുതിയ ഊർജമാവട്ടെ, അത് പുതിയൊരാവേശമാവട്ടെ. ഈ മുഹറത്തിൽ നിന്ന് തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി. ഇതാ അഷ്റഖത്തിൽ ബിദായ അഷ്റഖത്തിൻ നിഹായ. മഹാനായ താജുദ്ദീൻ അബുൽ ഫദ്ൽ ഇല്ലാഹി സിക്കത്ത് റളിയല്ലാഹു അൻഹു പറയുന്നതാണ്, ഒരു മനുഷ്യൻ്റെ ജന്മം അത് പവിത്രമായിരിക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ കേട്ട് വളരണം. ആദ്യം രുചിക്കുന്നത് സ്വാലിഹായ മനുഷ്യർ ഉമ്മുനീര് തട്ടിയ ഈത്തപ്പഴം ആയിരിക്കണം. ആദ്യം കേൾക്കുന്നത് അള്ളാഹ് എന്നായിരിക്കണം. എന്ന പോലെ ഈ വർഷാരംഭവും നമുക്ക് ഇബാദത്തുകളിലൂടെ ധന്യരാകാൻ, ഇബാദത്തുകൾ അതിപ്രധാനമായ ഒന്നാണ് കുടുംബൈക്യം, ഒത്തൊരുമ, കൂട്ടായ്മ. ആ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ SYS എല്ലാ മാസവും ഉസ്റത്തുൻ ത്വയ്യിബ, സംതൃപ്തിയുടെ പര്യായങ്ങളായ കുടുംബമെന്ന ഒരു മഹത്തായ സന്ദേശത്തോടുകൂടെ എല്ലാവരും ഈ ഉസ്റത്തുൻ ത്വയ്യിബ സജീവമാക്കുക, പാഠങ്ങൾ ഉൾക്കൊള്ളുക, സന്ദേശം കൈമാറുക, ചെല്ലേണ്ട ദിക്റുകൾ ചെല്ലുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി മുഹറത്തിൻ്റെ പുതുവത്സര പിറവി ദിനാശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.